തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരി ദേവേന്ദുവിന്റെ ജീവനെടുത്തത് അന്ധവിശ്വാസമോ എന്ന ദിശയിൽ പോലീസ് അന്വേഷണം. കുട്ടിയുടെ അമ്മയുടെ മൊഴിയെ തുടർന്ന് ശംഖുമുഖം സ്വദേശിയായ ജ്യോത്സ്യൻ ദേവിദാസനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നത് കുഞ്ഞിന്റെ ജന്മശേഷം എന്ന് ജ്യോത്സ്യൻ പറഞ്ഞതായാണ് അമ്മയുടെ മൊഴി. ഇതേ തുടർന്ന് കുട്ടിയുടെ തല മുണ്ഡനം ചെയ്തു. അമ്മ ശ്രീധുവിനെതിരെ ഭർത്താവും ഭർത്തൃപിതാവും മൊഴി നൽകിയിട്ടുണ്ട്. ഈ കേസിൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിലും പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലൊക്കെ പ്രതിക്ക് ഈ കേസിൽ പങ്കുള്ളതായിട്ടുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഈ കേസിൽ വേറെ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ, എന്തിനാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാക്കുന്നതായിരിക്കും. കേസിൽ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന കരിക്കകം സ്വദേശിയായ ജ്യോത്സ്യന്റെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തുകയാണ് പോലീസ്. പ്രദീപ് എന്നാണ് ജ്യോത്സ്യന്റെ യഥാർത്ഥ പേരെന്ന് അയൽവാസികൾ പറഞ്ഞു. ഇയാൾ മുമ്പ് ട്യൂട്ടോറിയൽ അധ്യാപകനായിരുന്നു. ഇടക്കാലത്ത് മുട്ട കച്ചവടത്തിലേക്ക് തിരിയുകയും ചെയ്തു. കൊച്ചുനാൾ മുതലേ ഞാൻ കാണുന്നതാണ്. ടീച്ചർ സാറായിട്ട് പോണതാണ്. ഓൾസൻസിൻ്റെ ഇവിടെയാണ് ട്യൂട്ടോറിയൽ കോളേജ് ഇട്ടിരുന്നത്. ഇതൊക്കെ എനിക്കറിയാം. എപ്പോഴാണ് പൂജ നടക്കുന്ന സമയം എപ്പോഴാണ്? അത് വെള്ളിയും ചൊവ്വയൊക്കെ രാവിലെയാണ്. വെള്ളിയും ചൊവ്വ വെളുത്ത വാവൊക്കെ ആകുമ്പോഴാണ് രാവിലെയുള്ള ഇതൊക്കെ കേൾക്കണത്. അല്ലാതെ നമുക്ക് വേറെ ഒന്നും അറിഞ്ഞൂടെ. ഈ മൈക്ക് വയ്ക്കുന്ന സമയത്ത് കേൾക്കണത് തന്നെ. അല്ലാതെ വലിയ കുഴപ്പമില്ല. പഠിപ്പിക്കണേന് ക്ലാസ് എടുക്കണേൻ്റെ ഇതാണ് കേൾക്കണത്. ശ്രീധുവിന്റെ കുടുംബത്തിന് വ്യത്യസ്തമായ പൂജാവിധികൾ ഉണ്ടായിരുന്നുവെന്ന് അയൽവാസി ഷീബ പറഞ്ഞു. കൊല നടന്ന രാത്രി പ്രതി ഹരികുമാറിന്റെ അലർച്ച കേട്ടെന്നും ഷീബ വെളിപ്പെടുത്തി. ഞാനായിട്ട് വെളിയിൽ നിന്ന് ഒരാൾ വന്ന് പൂജ ചെയ്യുന്ന അത് കണ്ടിട്ടില്ല ഞാൻ. അല്ലാതെ ഉണ്ട് അവർക്ക് ഒരു പൂജകളും നാമം പറയണൊക്കെ ഒരു 5 മണിക്കൊക്കെ തുടങ്ങിയ ഒരു 7 മണി വരെ സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. പുറത്തുനിന്ന് ഒരാൾ വന്ന് അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ അകത്തോട്ട് കയറിയാൽ എനിക്കത് കാണാനും പറ്റില്ല. അവർ അകത്തോട്ട് റൂമുണ്ട്. കുഞ്ഞിനെ കൊണ്ടുപോയി അവർ കുഞ്ഞിനെ ഒക്കത്തെ വെച്ചിരിക്കുകയുള്ളൂ. ഈ കുഞ്ഞിനെ ഒരു കാരണവശാലും വേറെ മാറ്റി കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല. എപ്പോഴും ഒരു ഒക്കത്താണ് ഈ കുഞ്ഞിനെ വെച്ചിട്ടുള്ളത്. ഞങ്ങൾ ഓരോ കമ്മിറ്റിക്കൊക്കെ പോകുമ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുഞ്ഞിനോട് അവർക്ക് വലിയ സ്നേഹം തന്നെ. ആ 2 ചെറുമക്കളോടെ അവർക്ക് വലിയ സ്നേഹമൊക്കെ തന്നെ. പക്ഷേ ഇത് എങ്ങനെയാണ് പറ്റിയതെന്ന് നമുക്കറിഞ്ഞില്ല. പക്ഷേ എന്തായാലും ഹരികുമാർ ഒറ്റയ്ക്ക് ചെയ്യൂല. അതിൽ ശ്രീധുവിന് നല്ല പങ്കുണ്ട്. ശ്രീധുവിനും ഈ അമ്മയ്ക്ക് നല്ല പങ്കുണ്ട്. ഞാനായിട്ട് വെളിയിൽ നിന്ന് ഒരാൾ വന്ന് തിരുവനന്തപുരത്ത് നഞ്ചു ജയപ്രകാശും ജ്യോത്സ്യന്റെ വീട്ടിൽ നിന്ന് അർജുൻ രാജും വിവരങ്ങളുമായി ചേരും. ജ്യോത്സ്യൻ ദേവിദാസിൻ്റെയാണ്. ദേവിദാസ് എന്നറിയപ്പെടുന്ന പ്രദീപ് എന്നാണ് അയാളുടെ പേര്. അയാളെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്നത് എന്നതിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കൊന്നത് ഈ അമ്മയുടെ സഹോദരനാണ് എന്ന കാര്യത്തിൽ പോലീസിന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ എന്തുകൊണ്ട് കൊലപാതക കാരണം എന്താണ്, ഈ ജ്യോത്സ്യനൊക്കെ എന്ത് ബന്ധമാണുള്ളതെന്ന സംബന്ധിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. ഇപ്പോൾ ജ്യോത്സ്യൻ ദേവിദാസൻ എന്നറിയപ്പെടുന്ന പ്രദീപിൻ്റെ വീട്ടിൽ നിന്ന് അതിനടുത്ത് നിന്നൊരു അയൽവാസി സംസാരിക്കൊണ്ട് അതിലേക്ക്. എന്താണ് ഈ ദേവിദാസ് എന്ന് പറഞ്ഞ ആളെ കുറിച്ച് എന്താണ് അറിയുക? ചേട്ടൻ അറിയുന്ന അറിയപ്പെടുന്ന ആളുണ്ട്. ഇവിടെ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ആൾ തന്നെയാണ്. 35 വർഷം കൊണ്ട് ഇവിടെ ജീവിക്കുകയാണ് ഈ ദേവിദാസ് എന്ന് പറഞ്ഞ ആള്. അപ്പം മുൻപ് എന്തായിരുന്നു അയാളുടെ ജോലി എന്തായിരുന്നു? ഒരു സ്റ്റേഷനറി കട ഉണ്ടായിരുന്നു. ഇപ്പോൾ ആര്യ നടത്തും. അവിടെ ശംഖുമുഖത്തിട്ട് ഇങ്ങനെ മുട്ട കൊണ്ടിറങ്ങും. പിന്നെ വണ്ടി കൊണ്ടിറങ്ങും. അവിടെ നിന്ന് പിന്നെ ട്യൂഷൻ പഠിപ്പിക്കാൻ പറഞ്ഞു. അത് അവിടെ ഞാനും പോയിരുന്നു. ഞാൻ എന്നെ ട്യൂഷൻ എടുത്താണ്. പിന്നെ അവിടെ നിന്ന് ഇവിടെ പിന്നെ വന്ന് ദേവിദാസനായി. അതിന് മുന്നേ എന്തായിരുന്നു? പ്രദീപ് എന്നായിരുന്നു. പ്രദീപ് നായർ. പ്രദീപ് എന്നും പേര്. പ്രദീപ് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അയാൾ ദേവിദാസ് എന്നുള്ള പേര് സ്വീകരിച്ചു. എന്നിട്ട് പൂജയും കാര്യങ്ങളായിരുന്നു. ആളുകളൊക്കെ പൂജയ്ക്കും അതിനൊക്കെ ആയിട്ട് കൊണ്ട് വരാറുണ്ട്. പൂജയ്ക്ക് വരാറുണ്ട്. ഇയാൾ ഈ ജ്യോതിഷമൊക്കെ പഠിച്ചിട്ട് തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നത്? അറിഞ്ഞൂടാ, എനിക്കൊന്നും അറിഞ്ഞൂടാ. നിങ്ങൾക്ക് എങ്ങനെയാണ് പേഴ്സണലി എങ്ങനെയാണ് അറിയുന്നത്? അവരെയൊക്കെ വന്ന് സംസാരിക്കാറൊക്കെ ഉണ്ടോ? അയാൾ വന്ന് സംസാരിക്കാറുണ്ട്. ഇവിടെ വരും.
ആദ്യം ഇവിടെ വന്ന് പിന്നെ പെൺതാട്ടിയും അല്ല പെമ്പറന്നാലും വിളിച്ചോണ്ട് പോയി പിന്നെ അർജുൻ രാജ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. അർജുൻ രാജ് ജോൾസന്റെ വീട്ടിൽ നിന്നാണ് ചേരുന്നത്. അർജുൻ, അവിടെ നിന്ന് നാട്ടുകാർ മറ്റുള്ളവർക്ക് തരുന്ന വിവരങ്ങൾ എന്താണ്? ഇയാൾ നേരത്തെ പ്രദീപ് എന്നായിരുന്നു പേര്, ട്യൂഷൻ എടുക്കുകയായിരുന്നു ആദ്യം, പിന്നീട് മുട്ടക്കച്ചവടം ഉണ്ടായിരുന്നു, പിന്നീടാണ് ജോത്സ്യത്തേക്ക് തിരിഞ്ഞത്. ഇപ്പോൾ ഒരു ചെറിയ കുഞ്ഞിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? അർജുൻ രാജ് ജോത്സ്യൻ ദേവിദാസൻ എന്നറിയപ്പെടുന്ന പ്രദീപിൻ്റെ വീട്ടിനടുത്ത് നിന്നാണ് കാര്യങ്ങളുമായിട്ട് ചേരുന്നത്. ഈ ജോത്സ്യൻ ദേവിദാസൻ എന്നറിയപ്പെടുന്ന പ്രദീപിനെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസിന് ഇതിൻ്റെ കാരണം എന്താണ് എന്ന് സംബന്ധിച്ച് ഇപ്പോഴും ധാരണയായിട്ടില്ല, പൂർണ്ണ വ്യക്തതയായിട്ടില്ല. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് അർജുൻ രാജ് ചേരുന്നു. അർജുൻ, എന്താണ് ഈ ദേവിദാസൻ എന്നറിയപ്പെടുന്ന പ്രദീപിനെ കുറിച്ച് നാട്ടുകാരൊക്കെ പറയുന്നത്? ഈ കൊലപാതകത്തിൽ, അതും ഈ കുഞ്ഞിൻ്റെ അതിദാരുണമായിട്ടുള്ള മരണത്തിൽ, അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിൽ ഇയാൾക്കുള്ള പങ്കെന്താണെന്നാണ് പോലീസ് വിചാരിക്കുന്നത്? സനീഷ്, വർഷങ്ങൾക്ക് മുൻപ് ഒരു ട്യൂട്ടോറിയൽ അധ്യാപകനായിട്ടാണ് പ്രദീപ് കരിക്കകത്ത് ഉണ്ടാകുന്നത്. കരിക്കകത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അതിനുശേഷം ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ മുട്ട കച്ചവടം നടത്തുകയായിരുന്നു പ്രദീപ് ചെയ്തിരുന്നത്. അതിനുശേഷമാണ് പ്രഭാഷകനാവുകയും പിന്നീട് ശംഖുമുഖം ദേവിദാസൻ എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങിയത്. കഴിഞ്ഞ 6-7 വർഷമായിട്ടാണ് അദ്ദേഹം ഇവിടെ താമസമാവുകയും ഇതുപോലെ ഈ കാണുന്ന അതുപോലെ പൂജ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ഇവിടെ കഴിഞ്ഞു പോകുന്നത്. ഈ നാട്ടുകാർക്കൊന്നും അത്ര വലിയ കാര്യങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല. ജ്യോതിഷം പഠിച്ചാണോ ഇദ്ദേഹം ജ്യോതിഷിയായതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ദുരൂഹമാണ്. ആളുകൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ല. ആളുകൾക്ക് അറിയുന്നത് അതിനു മുൻപ് ഇവിടെ ട്യൂട്ടോറിയൽ അധ്യാപകനായും പിന്നീട് മുട്ടക്കച്ചവടം നടത്തുകയും ചെയ്ത പ്രദീപ് എന്നുള്ള ആളെയാണ്. പിന്നീടാണ് പെട്ടെന്ന് ഇയാൾ ശംഖുമുഖം ദേവിദാസൻ എന്ന പേരിലേക്ക് മാറുകയും ഈ രീതിയിൽ യാഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി വരുന്നത്. അതിനോടൊപ്പം തന്നെ ഇയാൾ ഇവിടെ ഒരു പഠന ക്ലാസ് ഉൾപ്പെടെയൊക്കെ നടത്താൻ ആരംഭിച്ചിരുന്നു. വീട്ടിലിരുന്ന് ജ്യോതിഷം പഠിക്കാമെന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹം പോസ്റ്ററൊക്കെ ഫേസ്ബുക്കിലടക്കം ഇട്ടിരുന്നു. അതിൽ ജാതകം, രചന, മുഹൂർത്തം, പൊരുത്തം അങ്ങനെയുള്ള ഈ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ താൻ തയ്യാറാണ്. അത്തരം കാര്യങ്ങൾ ഈ വീട്ടിലിരുന്ന് പഠിക്കാമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പരസ്യമൊക്കെ അദ്ദേഹം ഈ വീട്ടിന് സമീപ പ്രദേശങ്ങളിലും ഒപ്പം ഫേസ്ബുക്കിൽ ഉൾപ്പെടെ ചെയ്തിരുന്നു. സജീവമായിട്ടൊരു ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഈ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കാണുന്നത്. ആ രീതിയിലുള്ള പൂജാ സാമഗ്രികളും യാഗം ഉൾപ്പെടെ നടത്തുന്ന സംവിധാനങ്ങളുമൊക്കെ ഇവിടെയുണ്ട്. ഒരു ചെറിയ ഒരു അമ്പലമാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി പൂജാ സാമഗ്രികളൊക്കെ സജീവമാക്കിയാണ് അദ്ദേഹം ഇവിടെ ജീവിച്ചിരുന്നത്. പക്ഷേ ആളുകളുമായി അത്ര തരത്തിലുള്ള ഇടപെടലുകളൊന്നും ആദ്യഘട്ടത്തിൽ ഈ ജ്യോതിഷം സ്വീകരിച്ചതിന് ശേഷം ആ രീതിയിൽ ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. മാത്രമല്ല, പുറത്തു നിന്നാണ് ആളുകൾ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നിരുന്നത്. നാട്ടുകാരൊന്നും ആ രീതിയിൽ ഇദ്ദേഹത്തെ സമീപിച്ചിരുന്നില്ല എന്നാണ് അയൽവാസികളൊക്കെ പറയുന്നത്. പുറത്തുള്ള, അതായത് ഈ നാട്ടുകാർക്ക് ഇയാളെ കുറേ കാലങ്ങളായിട്ട് അറിയുന്നതാണ്. അതിനപ്പുറത്തേക്ക് അറിയാത്ത ആളുകളാണ് ഇദ്ദേഹത്തെ തിരഞ്ഞ് വരികയും പൂജയും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തിരക്കുകയും ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ആളുകൾക്കൊരു ദുരൂഹത ഇക്കാര്യത്തിൽ ഉണ്ട്. നേരത്തെ നമ്മൾ സംസാരിച്ച ആൾ പറയുന്നത് തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളൊക്കെ സംശയമുള്ളതാണ്, ഒരു കള്ളത്തരമൊക്കെയുള്ള ആളാണെന്ന തരത്തിലാണ് സമീപവാസികളൊക്കെ പ്രതികരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. കസ്റ്റഡിയിൽ